എല്ലാം അറിഞ്ഞുകൊണ്ട് മനം വെണ്ണീറാക്കുന്ന ദേവമ്മ മകളുടെ ദുരന്തത്തെക്കുറിച്ചും അറിഞ്ഞു. കട്ടിലിൽ കിടന്ന് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു. സ്വന്തം ശരീരവേദനയേക്കാൾ ഏറെയായിരുന്നു അവർക്ക് ആ വാർത്തയുടെ വേദന. ഇതൊന്നും കാണാനും കേൾക്കാനും ഇടവരുത്താതെ ജന്മമൊന്ന് ഒടുങ്ങിക്കിട്ടിയിരുന്നുവെങ്കിൽ. ജീവിതത്തിൽ ഇന്നോളം വേദന മാത്രം അനുഭവിച്ച ആ സാധ്വിയുടെ വിലാപം ദൈവം കേട്ടുവോ എന്തോ. വൈകുന്നേരമായപ്പോഴേക്കും ദേവമ്മയുടെ വേദന വളരെ കുറഞ്ഞു. അവർ വൈനിതയും തിരുമേനിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. വേളിക്ക് ശേഷം അങ്ങനെയൊന്നും ഉണ്ടാകുന്നത് ആദ്യമായാണ്. ഭാര്യ വിളിച്ചിട്ട് അവരുടെ സമീപത്തേക്ക് വൈനിതയും ചെല്ലുന്നതും ആദ്യമായായിരുന്നു. ആ ഭാര്യാഭർത്തൃ ബന്ധത്തിന് നടുവിൽ അകൽച്ചയുടെ ഒരു മാന്ത്രിക കോട്ട ഉയർന്നിരുന്നുവോ? ആ മാന്ത്രിക കോട്ട തകർന്നതാകാം വൈനിതയെ അങ്ങോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ച ചേതോവികാരവും. കട്ടിലിൽ അസ്ഥിമാത്ര ശരീരമായി കിടക്കുന്ന ഭാര്യയെ ആർദ്രമായി വൈനിതയും തിരുമേനി നോക്കി നിന്നു. ദേവമ്മയും ഭർത്താവിനെ ശ്രദ്ധിക്കുകയായിരുന്നു, ആദ്യമായി കാണുന്നത് പോലെ. ഇതുപോലെ ഭർത്താവിനെ ഒന്ന് കാണാൻ, കണ്ണു നിറയെ കാണാൻ ഇതിനു മുൻപ് അവസരം ലഭിച്ചിട്ടില്ലെന്ന് ദേവമ്മ വേദനിച്ചു. കാണെ കാണെ അവരുടെ മിഴികൾ നിറഞ്ഞു. അത് പിന്നെ കവിളിൻ്റെ മെലിഞ്ഞ തടങ്ങളിലൂടെ അരുവികളായി. എന്താ ദേവമേ, എന്തിനാ നീ വിളിച്ചത്? എത്രയോ മൃദുലമായ ശബ്ദം. ദേവമ്മ വിതുമ്പിപ്പോയി. എന്തോ പറയാൻ അവർ വിമ്മിട്ടപ്പെടുന്നുണ്ടെന്ന് വൈനിതയേന് തോന്നി. ഇനിയെല്ലാം എല്ലാം മറന്നുകൂടെ? ഈ ഇല്ലം അന്യം നിന്നു പോകാതെ എൻ്റെ മോളെയെങ്കിലും രക്ഷിക്കണം. ആ ശ്രീധരന്റെ മകനോട് പറയാൻ മടിക്കരുത്. അങ്ങു പറഞ്ഞാൽ അവൻ അനുസരിക്കില്ലേ? വൈനിതയുടെ മുഖം ചുവന്നു. ഈ നേരത്തല്ലായിരുന്നുവെങ്കിൽ ദേവമ്മ കട്ടിലോടെ മുറിക്കു പുറത്തു ചെന്ന് വീണേനെ. അന്ത്യനാളുകളിലെ അവസാന വാക്കുകൾ കേൾക്കും പോലെ ഒന്നും മിണ്ടാതെ നിൽക്കാൻ വൈനിതയൻ പാടുപെട്ടു. നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ആ മുറിയിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇല്ല. ദേവമ്മയുടെ ശബ്ദം ചിലമ്പി. വൈനിതയൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. ആ മനസ്സിലാകെ മരുഭൂമിയിൽ എന്നോണം ഉഷ്ണക്കാറ്റടിക്കുകയായിരുന്നു. ഇല്ലക്കെട്ടിൻ്റെ മറ്റൊരു മുറിയിൽ താത്രക്കുട്ടിയും കണ്ണീരൊഴുക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി അനുഭവിക്കാൻ ഇതിലും വലിയ ദുരന്തമുണ്ടോ? എല്ലാം അച്ഛൻ ചെയ്ത ദുഷ്ടകർമ്മങ്ങളുടെ ഫലം. അതനുഭവിക്കുന്നത് ബാക്കിയുള്ളവരും. ഈ വലിയ ഇല്ലക്കെട്ടിൽ താൻ ഒറ്റപ്പെടുകയാണെന്നവൾ ഭയന്നു. തിരുമേനിക്ക് വല്ലാത്തൊരു ലാഘവം തോന്നി. നാളും തിഥിയും മാത്രയുമൊക്കെ കണക്കുകൂട്ടി. ഒരു പൂജയ്ക്ക് ഏറ്റവും പറ്റിയ സമയം അടുത്തിരിക്കുന്നു. പൂജാമുറി തുറന്ന് തിരുമേനി ഉള്ളിലേക്ക് കയറി. ഉണ്ണിയുടെ മരണശേഷം ആ മുറിയിലേക്ക് കയറിയിട്ടില്ല. അന്നത്തെ രംഗം ആ മുറി കാണുമ്പോഴൊക്കെ മനസ്സിൽ തെളിയും. അഗ്നിമുഖനെ അയച്ച് ഒരിക്കൽ താൻ ശ്രീധരന്റെ മകനെ കരിച്ചു കളഞ്ഞതാണ്. അതേ അളവിലോ അതിലും ഇരട്ടി മടങ്ങ് ശക്തിയിലോ അപ്പുക്കുട്ടൻ ഉണ്ണിയോട് പകരം ചോദിച്ചു. തൻ്റെ കൺമുന്നിൽ വെച്ച് ഇത്തരമൊന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അല്ലെങ്കിലും പ്രതീക്ഷിച്ചതിന് കടവിരുദ്ധമല്ലേ നടക്കുന്നതെല്ലാം. അവൻ തിരിച്ചു വന്നപ്പോഴേ തൻ്റെ കഷ്ടകാലം തുടങ്ങി. എന്നിട്ട് അവൻ്റെ ഒരു മാപ്പ് ചോദിക്കലും. പൂച്ച കണ്ണടച്ചു പാൽ കുടിക്കുന്നത് ആരും അറിയില്ലെന്നാണ് അവൻ്റെ വിചാരം. അപ്പുക്കുട്ടനെ തനിക്കറിയാം. തനിക്കെതിരെ ചെയ്തതിൻ്റെ എല്ലാം ഉത്തരവാദി അവൻ ഒറ്റൊരുത്തനാണ്. ഇന്നു രാത്രി പൂജ തുടരണം. ഇപ്പോഴും ഒരുക്കങ്ങൾ ആരംഭിക്കണം. നിശ്ചയിച്ചാൽ പിന്നെ മാറ്റമില്ലല്ലോ. ഹോമത്തിനുള്ള അൻസാരികൾ തേടി ആശ്രിതർ നാലുപാടും പാഞ്ഞു. ദുർഭൂതങ്ങൾ വിട്ടൊഴിയാൻ തുടങ്ങിയിട്ടും വിടാതെ കൂടി നിന്ന ആശ്രിതർ. ഒരുപക്ഷെ ഇവരുടെ ദുർമന്ത്രമോതൽ തന്നെയാവും വൈനിതയെ കുഴപ്പത്തിലെല്ലാം കൊണ്ട് ചാടിച്ചത്. അതു മനസ്സിലാക്കണം. തിരുമേനിക്ക് മനസ്സില്ല. വിഷച്ചെടികളും മുള്ളുള്ള ചമതകളും തൊടികളിലെമ്പാടുമുണ്ട്. എല്ലാം ആവശ്യത്തിലേറെ ശേഖരിച്ച് ആശ്രിതർ മടങ്ങിയെത്തി. ഇതുവരെ ചെയ്യാത്ത അഭിചാര ഹോമം കൂടി ഇന്ന് നടത്താനാണ് തിരുമേനി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പൂജ വിജയിച്ചില്ലെങ്കിൽ ഇനി ഈ പൂജാമുറിയിൽ വിളക്കു തെളിയില്ല. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം. പൂജാമുറി വൃത്തിയാക്കപ്പെട്ടു, ശുദ്ധമാക്കപ്പെട്ടു. വിളക്കുകൾ തുടച്ച് വൃത്തിയാക്കി.
ഭംഗിയാക്കി. ശ്രദ്ധാപൂർവം മാന്ത്രികയന്ത്രം വരച്ചു. ഒരു ചെറു പിഴവ് പോലും സംഭവിക്കാതിരിക്കാൻ ആദ്യമദ്യാന്തം ജാഗരൂകനായി. പുറത്ത് വെയിലിൻ്റെ തീക്ഷ്ണത കുറഞ്ഞു. പിന്നെ വെയിൽ മങ്ങി. പ്രകൃതി ഇരുട്ടിൻ്റെ മുഖവാതിൽ മലർക്കെ തുറന്നിട്ടു. രാത്രി. നക്ഷത്രങ്ങൾ ആകാശമതിലിലെമ്പാടും ഇടിമില്ലുകൾ പോലെ മിഴി തുറക്കാൻ തുടങ്ങും മുൻപേ വൈനിതയൻ്റെ പൂജാമുറിയിൽ 1000 കോടി സൂര്യപ്രഭയോടെ വിളക്കുകൾ തെളിഞ്ഞു. 5 തിരിയിട്ട നിലവിളക്കുകൾ, ഈർക്കിലി പന്തങ്ങൾ 1001 എണ്ണം. ഒക്കെയും തെളിയുകയാണ്. പൂജാമുറി ഒരു സൂര്യമണ്ഡലം പോലെ വിളങ്ങുകയാണ്. ഭർത്താവ് വീണ്ടും ഹോമം തുടങ്ങാൻ പോകുന്നതറിഞ്ഞ് ദേവമ്മ തേങ്ങി. പിന്നെ നിലവിളിച്ചു. എന്തോ ഒരു ആപത്ശങ്ക അവരെ അലട്ടിയിരിക്കുന്നു. ഇത് ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സ് പറയുന്നു. അരുതേ, ഇനി നമുക്ക് പൂജയും ഹോമവും ഒന്നും വേണ്ട. ആ മുറി അടയ്ക്കൂ. ദേവമ്മയുടെ നിലവിളി താത്രിക്കുട്ടിയല്ലാതെ മറ്റാരും കേട്ടില്ല. അവളും ഒപ്പം തേങ്ങി. മകളുടെ കയ്യിൽ അമർത്തിക്കൊണ്ടവർ യാചിച്ചു. നീ ചെന്ന് പറയൂ കുട്ടി, അച്ഛനോടൊന്നും ചെയ്യരുതെന്ന് പറ. താത്രിക്കുട്ടി പൂജാമുറിയിലേക്ക് പോയില്ല. ദേവമ്മയുടെ നെഞ്ചിൻകൂട് വല്ലാതെ ഉയർന്നു താഴുന്നു. ശ്വാസം തൊണ്ടക്കുഴയിൽ തടയുന്നതുപോലെ. ആവാമായിരുന്നുവെങ്കിൽ അവർ പൂജാമുറിയിലേക്ക് കുതിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തില്ല. ഇന്ന് പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തിയിട്ടില്ല. വൈനിതയും തിരുമേനി അത് മറന്നിരിക്കുന്നു. പൂമുഖത്തല്ലെങ്കിൽ എന്തിനൊരു വിളക്ക്? പൂജാമുറിയിൽ വെളിച്ചപ്രളയമല്ലേ? വൈനിതയും തിരുമേനിയുടെ കയ്യിലെ ഇലക്കുമ്പിളിൽ നിന്ന് ആദ്യത്തെ എണ്ണത്തുള്ളി ഹോമകുണ്ടത്തിലേക്ക് വീഴുന്ന മുഹൂർത്തത്തിൽ ദേവമ്മയുടെ ശരീരം ശക്തിയായൊന്ന് ഞെട്ടിവിറച്ചു. തീകൊള്ളികൊണ്ട് കുത്തേച്ച പോലെ അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു. താത്രിക്കുട്ടിയുടെ മിഴികളിൽ ഉടക്കി അത് പിന്നെ നിശ്ചലമായി. ദേവമ്മ മരിച്ചു. ഇഹലോകത്തിലെ എല്ലാ വേദനകളിലും നിന്നവർ മുക്തയായിരിക്കുന്നു. താത്രിക്കുട്ടി വാവിട്ടു നിലവിളിച്ചു. അമ്മ, അമ്മയും തന്നെ വിട്ടു പോയിരിക്കുന്നു. ഈ ഇല്ലക്കെട്ടിൽ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഗുരുവായൂരപ്പ. ഹോമകുണ്ടത്തിൽ അഗ്നി ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. താത്രിക്കുട്ടിയുടെ നിലവിളി വൈനിതയുടെ ചെവിയോരത്തിലും ചെന്നെത്തിയതാണ്. പക്ഷേ ശ്രദ്ധിച്ചില്ല, വകവെച്ചതുമില്ല. മനസ്സ് ഏതു പരീക്ഷണങ്ങൾ ഉണ്ടായാലും മന്ത്രങ്ങളിൽ നിന്ന് വഴുതി മാറരുത്. വൈനിതയും തിരുമേനി മന്ത്രം ചൊല്ലലിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും പ്രലോഭനങ്ങൾ ഉണ്ടായാലും തിരിഞ്ഞു നോക്കില്ലെന്നും ശ്രദ്ധയോടെ നേരിടുമെന്നും ശപഥം ചെയ്തുകൊണ്ടാണ് പൂജാമുറിയിലെ വിളക്ക് കൊളുത്തിയത്. ആകാശമേലാപ്പ് അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും താൻ ശപഥം നിറവേറ്റുക തന്നെ ചെയ്യും. കർമ്മങ്ങൾ മുഴുമിപ്പിക്കും. മന്ത്രങ്ങളിൽ നിന്ന് മന്ത്രങ്ങളിലേക്ക്, കർമ്മങ്ങളിൽ നിന്ന് കർമ്മങ്ങളിലേക്ക്. ഓരോ മന്ത്രവും ഉദാത്തവും അനുദാത്തവും കഴിഞ്ഞ് ത്വരിതത്തിലെത്തി വിജയിക്കുകയാണ്. ഉപാസനാമൂർത്തികൾക്ക് തൃപ്തിയാകുവോളം മന്ത്രങ്ങൾ പൂർണ്ണമാണ്. ഇനി എല്ലാവരെയും ആഗതരാക്കണം. ആവശ്യം അപേക്ഷിക്കണം. അതിനുള്ള മന്ത്രങ്ങളിലേക്ക് വൈനിതയൻ കടന്നു. ഓരോ മൂർത്തികളെയും പേര് ചൊല്ലി വിളിച്ചു. പൂജാമുറിയിലെ പുകമറയ്ക്കുള്ളിൽ നിന്ന് അവ്യക്ത രൂപത്തിലും പിന്നെ അവരുടേതായ രൂപത്തിലും മൂർത്തികൾ പ്രത്യക്ഷരാവാൻ തുടങ്ങി. വൈനിതയൻ്റെ മനസ്സ് തെളിയുകയാണ്. നഷ്ടപ്പെട്ട ആഹ്ലാദം ഉൾത്തടങ്ങളിൽ പുനർജനിക്കുകയാണ്. ഏറെ ദിവസത്തെ ആശങ്കകൾ അസ്ഥാനത്തായിരിക്കുന്നു. വിജയം തന്നോട് തന്നെ, തർക്കമില്ല. ഹോമകുണ്ടത്തിലെ ധൂമവലയങ്ങൾ കറങ്ങിക്കറങ്ങി പീഠങ്ങളുടെ മുന്നിൽ നിന്നു. ഖണ്ഡാളി വന്നു, ഹംസാദിക വന്നു, ശ്രീധണ്ഡി വന്നു. പക്ഷേ അവരുടെ രൂപങ്ങൾ കണ്ട് വൈനിതയൻ ഭയക്കുക തന്നെ ചെയ്തു. വശ്യ സൗന്ദര്യത്തോടെ മോഹിനികളെ പോലെയല്ലാതെ ഇന്നോളം ഇവരാരും തനിക്ക് പ്രത്യക്ഷരായിട്ടില്ല. തൻ്റെ ആഗ്രഹമനുസരിച്ചല്ലാതെ സ്വരൂപങ്ങൾ കൈക്കൊള്ളാറില്ല. പക്ഷേ ഇപ്പോൾ ഭീപത്സ രൂപിണികളായി
കോപാകുലരായി തന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണവർ. മനസ്സു പതറാതെ, മന്ത്രത്തിന്റെ ശീലുകൾ തെറ്റാതെ വൈനിതയൻ കണ്ണുകൾ ഹോമകുണ്ടത്തിൽ അർപ്പിച്ച് ഏകാഗ്രനാകാൻ ശ്രമിച്ചു. മൂർത്തികളെ ഓരോരുത്തരെയായി വൈനിതയൻ പീഠത്തിലേക്ക് ക്ഷണിച്ചു. ആരും ആ ക്ഷണം അനുസരിച്ചില്ല. അപ്പോൾ വൈനിതയൻ ഭയാക്രാന്തമാക്കുന്ന മറ്റു ചിലരെ കൂടി കണ്ടു. വിളിക്കാത്ത ദുർമൂർത്തികളുടെയും ആഗമനം. ഊർധ്വഗ്രാഹി, രോദനി, മുക്തകേശി. തീർന്നില്ല. പിന്നെയും പിന്നെയും പൂജാമുറിയിലെ ഓരോ അണുവിൽ നിന്നും അവർ രൂപം കൊള്ളാൻ തുടങ്ങി. ഫൾക്കാരി, ഭീഷണി, കാകോളി. ഭീകരരൂപികളുടെ ഒരു ഘോഷയാത്ര തന്നെ. ചെന്നിണം വാർന്നൊഴുകുന്ന നീണ്ട നാവുകൾ, ക്രൂരദംഷ്ട്രകൾ, ചെങ്കനലുപോലെ മിഴികൾ. ഓരോ മുഖങ്ങളിലും ഭയം ഭാവിക്കാതെ വനിതയൻ മാറി മാറി ശ്രദ്ധിച്ചു. മുറിയുടെ ചുറ്റും അവർ നിറഞ്ഞു കഴിഞ്ഞിട്ടും വനിതയൻ പതറിയില്ല. ഭക്തിയോടെ, ഇഷ്ടമന്ത്രങ്ങളുടെ അകമ്പടിയോടെ പിന്നെയും അവരെ വനിതയൻ ക്ഷണിച്ചു. ആരും അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. വനിതയൻ്റെ കണ്ണുകൾ കുറുകി, കൂട്ടുപുരികങ്ങൾ വിറയാർന്നു. വിറയാർന്ന കൈകൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് തെരുതെരെ എണ്ണ പകർന്നു. കൈവിറച്ചത് ആരും അറിയില്ലെന്ന് വനിതയൻ കരുതി. പക്ഷേ അതു കണ്ട് വനിതയൻ്റെ ദുർമൂർത്തികൾ ഘോരഘോരം ചിരിച്ചു. അവറ്റകളുടെ കണ്ണിൽ നിന്ന് തീ ചിതറുന്നുണ്ടെന്ന് തോന്നി. എത്ര ക്ഷണിച്ചാലും അപേക്ഷിച്ചാലും അവർ വരില്ലെന്ന് തീർച്ചയായി. അവർ ആരെയോ ഭയക്കുന്നു, അല്ലെങ്കിൽ തന്നെ വെറുക്കുന്നു. ഇനി രക്ഷയില്ല. മന്ത്രങ്ങൾ ചൊല്ലി അവസാനിപ്പിക്കാറാകുന്നു. വനിതയൻ ഹതാശനായി. മനസ്സിലാകെ വല്ലാത്തൊരു വിഭ്രമം. കോടി സൂര്യപ്രഭ ചിതറുന്ന ആ പൂജാമുറിയിൽ ഇരുട്ടുവന്നു നിറയുകയാണെന്ന് അയാൾക്ക് തോന്നി. കണ്ണു തുറന്നാൽ കരാള രൂപങ്ങളുടെ ദംഷ്ട്രകളാണ് ആദ്യം കാണുക. തൻ്റെ നേരെ ചാടി വീഴാൻ തക്കം പാർത്ത് അവർ നിൽക്കും പോലെ. വനിതയൻ്റെ മന്ത്രോച്ചാരണം പിഴച്ചു. ആ നാവിൽ നിന്ന് തെറ്റിയ മന്ത്രങ്ങളുടെ ശീലുകൾ അസ്പഷ്ടമായി പുറത്തണയാൻ തുടങ്ങി. കത്തിച്ചു പിടിച്ച ഒരു ഈർക്കിലി പന്തവുമായി വനിതയൻ ഇരുന്നിടത്തു നിന്ന് എണീറ്റു. അരുത്, ഉപദ്രവിക്കരുത്. അടിയൻ എന്തു പ്രായശ്ചിത്തവും ചെയ്തു കൊള്ളാം. വനിതയൻ നിലവിളിച്ചുകൊണ്ട് ഉപാസനാമൂർത്തികളോട് അപേക്ഷിച്ചു. അവരെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. പാടൂർ ഇല്ലത്തിന് പുറത്ത് ഒരു ചുഴലിക്കാറ്റ് ഉറഞ്ഞു തുള്ളി. എവിടെയൊക്കെയോ നായ്ക്കളുടെ നീണ്ട നീണ്ട ഊരിയിടലുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇല്ലപ്പറമ്പിലെ വൃക്ഷശിഖരങ്ങൾ കോപാക്രാന്തരായി മുടിയഴിച്ചിട്ടാടി. ആ ഇലക്കെട്ടിൽ നിന്ന് ആരുടെയോ ഒരു നിലവിളി ഉയർന്നു. അത് ഇലമംഗലം ഗ്രാമം എങ്ങും പടർന്നു. വനിതയൻ തിരുമേനിയുടെ ചാത്തൻകാവിൽ നിന്നും അസംഖ്യം കടവാവലുകൾ ചിറകടിച്ചു പറന്നു. ദുർഗാക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അപ്പുക്കുട്ടൻ ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു. പാഴൂർ ഇല്ലത്തിന്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന അട്ടഹാസങ്ങൾ അപ്പുക്കുട്ടനും വ്യക്തമായി അറിഞ്ഞു. ഒടുവിൽ അതും സംഭവിച്ചു. അവൻ ആത്മഗതം ചെയ്തു. സാഷ്ടാംഗ പ്രണാമത്തിൽ നിന്ന് ചാടിപ്പിടഞ്ഞെണീറ്റ വനിതയൻ തിരുമേനി എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലാൻ തുടങ്ങി. പിന്നെ മുറിയിൽ നിന്ന് മൂർത്തികളെ പുലഭ്യം പറയാൻ ആരംഭിച്ചു. ആ പുലഭ്യം പറച്ചിലിന്റെ ഒടുക്കം തിരുമേനി പൊട്ടിച്ചിരിച്ചു. ആർത്തട്ടഹസിച്ചു. ആ ചിരി ഒരു തുടക്കം മാത്രമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാന്ത്രിക പാരമ്പര്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ജനിച്ചു വളർന്നൊടുങ്ങിയ പാഴൂർ ഇല്ലത്തിലെ അവസാനത്തെ കണ്ണിക്ക് ഭ്രാന്ത് പിടിച്ചു. പൂജാമുറിയിൽ നിന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് വനിതയും പുറത്തേക്കിറങ്ങി. പിന്നെ പടിപ്പുര കടന്ന് ആ ഇരുട്ടിൽ പുറത്തേക്ക് അയാൾ കുതിച്ചു. കാലത്തിൻ്റെ ചിറകടി ഒച്ചകൾ ഇലമംഗലം ഗ്രാമത്തിലൂടെ അവിരാമം കടന്നുപോയി. താൻ ഇവിടേക്ക് വന്നിട്ട് 3 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പുക്കുട്ടൻ ഒരു ദീർഘനിശ്വാസത്തോടെ ഓർത്തു. 3 മാസങ്ങൾ. വീണ്ടും ഒരു മടക്കയാത്രയ്ക്ക് സമയമായെന്ന് മനസ്സ് പറയുന്നു. ഇനി ഈ ഗ്രാമത്തിൽ താൻ എന്തിനു നിൽക്കണം? ശ്രീധരൻ നായരുടെ കുടുംബത്തിൽ താൻ ഒരാൾ മാത്രം അവശേഷിച്ചു. പാഴൂർ ഇല്ലത്തും ഒരേ ഒരാൾ, താത്രിക്കുട്ടി.
വനിതയും തിരുമേനിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് ഏറെ ദുഃഖിക്കുന്ന ഒരേ ഒരാൾ അപ്പുക്കുട്ടൻ മാത്രമായിരുന്നു. ഇന്ന് തിരുമേനി ഉണ്ടെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ. ഓം ഫ്രീം ഫട്ട് ഫൾ. അകലെ നിന്നും ആ ശബ്ദം കേൾക്കുന്നു. അത് വനിതയും തിരുമേനിയാണ്. പുലരാൻ നാഴികകൾ ശേഷിച്ചിരിക്കെ വനിതയൻ ഇപ്പോഴും ഗ്രാമത്തിൽ അലയുന്നു. രാത്രി മുഴുവൻ ഇതുപോലെ അയാൾ നടക്കുകയായിരുന്നിരിക്കാം. അല്ലെങ്കിൽ വനിതയും തിരുമേനിക്ക് രാപ്പകൽ ഭേദമുണ്ടോ ഇപ്പോൾ? ഭ്രാന്തന്മാർക്ക് രാപ്പകലുകൾ വ്യത്യാസമില്ലത്രേ. വനിതയൻ്റെ ആ ശബ്ദം ഇലമംഗലം ഗ്രാമത്തിന് പുതുമയില്ലാതായിരിക്കുന്നു. എത്രയോ നാളായി അവർ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇലമംഗലത്തിൻ്റെ ഇടവഴികളിലൂടെയും വയൽ വരമ്പുകളിലൂടെയും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ ശബ്ദം സഞ്ചരിക്കുന്നു. ഒപ്പം നഗ്നത മറയാൻ മാത്രം അല്പവസ്ത്രധാരിയായ വനിതയനും. ചിലപ്പോൾ ആ വസ്ത്രത്തിൻ്റെ തരിയും അയാളുടെ ശരീരത്തുണ്ടായെന്ന് വരില്ല. ഒരു മനുഷ്യൻ്റെ പതനത്തിലെ ഏറ്റവും ഹീനമായ അവസ്ഥയിലേക്കാണ് വനിതയനെന്ന മഹാമാന്ത്രികൻ മുതലക്കൂപ്പ് കുത്തിയത്. കുളിയില്ല, നനയില്ല, ഭക്ഷണം പോലുമില്ലത്രേ. ഒന്നും വനിതയും തിരുമേനി അറിയുന്നില്ല. തിരുമേനി ഇപ്പോൾ ആരെയും തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ എല്ലാം ഒന്നുപോലെ തിരിച്ചറിയുന്നു. മരങ്ങളോടും സർവേ കല്ലുകളോടും സംസാരിക്കും. സർവേ കല്ലുകൾക്ക് ചുവട്ടിൽ മണ്ണും ചിരട്ടകളുമായി ഒരു ഹോമത്തിന് ഒരുങ്ങിയെന്ന് വരാം. വികല മന്ത്രങ്ങളും വികട സരസ്വതികളും ഇടതടവില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കും. തൊട്ടടുത്തുകൂടി ആരെങ്കിലും ഒന്ന് കടന്നുപോയാൽ ഒന്ന് തുറച്ചു നോക്കിയെന്ന് വരും. പിന്നെ ചീത്ത പറയും. തന്നെ ധിക്കരിക്കാൻ വന്ന ഏതെങ്കിലും ദുർദൈവതയാകാം അടുത്തു വന്നതെന്നാണ് വനിതയൻ അപ്പോൾ ആലോചിക്കുക. അവറ്റകൾ ചാടി വീണ നിമിഷം പുറത്തേക്ക് കുതിച്ചു പാഞ്ഞതു മാത്രം തിരുമേനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഓട്ടം പടിപ്പുരയും കഴിഞ്ഞ് തുടരുക തന്നെ ചെയ്തു. ചുണ്ടിൽ മന്ത്രങ്ങളുടെ വികൃതമായ ശീലുകൾ ഉണ്ടായിരുന്നു. അത് പരമാവധി ഉച്ചത്തിലുമായിരുന്നു. രാത്രിയിൽ വനിതയുടെ ശബ്ദം കേട്ട് പലരും ഇറങ്ങി നോക്കി. പക്ഷെ പിന്നീട് പല രാത്രികളിലും അത് ആവർത്തിച്ചപ്പോൾ ആർക്കും അതൊരു പുതുമയുള്ള കാര്യമായി തോന്നിയില്ല. പിറ്റേന്ന് പുലർച്ചെ തന്നെ ആ ദുരന്ത വാർത്ത നാടായ നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നുവല്ലോ. അന്ന് രാത്രിയിൽ വനിതയൻ പാടൂരില്ലത്തിൻ്റെ പടി ഇറങ്ങിയതാണ്. പിന്നീട് ആ പടിവാതിൽ കടന്ന് അകത്തേക്ക് അയാൾ കയറിയില്ല. ആ ഇല്ലത്തിന് മുന്നിലൂടെ പിന്നീട് എത്രയോ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമേനി നടന്നുപോയിരിക്കുന്നു. സ്വന്തം ഇല്ലം അയാൾ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നില്ല. ആ ഇല്ലക്കെട്ടിൽ ഒരു മനുഷ്യജീവി ഉണ്ടെന്ന കാര്യവും വനിതയൻ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ചന്ദനത്തിരി പോലെ എരിഞ്ഞു തീരാൻ വിധിച്ച ജന്മവുമായി താത്രിക്കുട്ടി പാഴൂർ ഇല്ലത്ത് കണ്ണീരൊഴുക്കി. വനിതയും തിരുമേനിയെ തിരിച്ചറിയുന്നവർ അയാളെ കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കൂ. പിന്നെ സ്വന്തം മന്ത്രിച്ചു പോകും. കർമ്മഫലം. പരിചയക്കാരും തിരുമേനിയുടെ മുന്നിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രമിച്ചു. വനിതയൻ ലോകം തന്നെ മറന്നു കഴിഞ്ഞുവല്ലോ. മൈലുകളോളം അലഞ്ഞലഞ്ഞ് ക്ഷീണം തോന്നുമ്പോൾ എവിടെയെങ്കിലും കിടക്കും. പെരുവഴിയോരമോ ചെളിക്കുണ്ടോ എന്തുമായിക്കൊള്ളട്ടെ, വനിതയൻ അതറിയുന്നില്ല. കിടക്കുന്നതിനു മുൻപ് കാളപ്പൂളം ഒരു യന്ത്രം വരയ്ക്കും. മണ്ണുവാരി തെറിപ്പിച്ച് പൂജ നടത്തും. അപ്പോഴൊക്കെ ഇടതടവില്ലാതെ എന്തൊക്കെയോ മന്ത്രങ്ങളുടെ അറ്റവും മുറിയുമൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഒരു നേരം കഴിയുമ്പോൾ എല്ലാം ചവിട്ടിത്തെറിപ്പിച്ച് അകലേക്കോടും. ചിലപ്പോൾ അവിടെ തന്നെ കിടന്നെന്നിരിക്കും. ഉണർന്നാലുടൻ യാത്ര ആരംഭിക്കുകയായി. വിശപ്പോ മറ്റോ തോന്നിയാൽ കാണുന്ന പച്ചിലകൾ പറിച്ചു ഭക്ഷിക്കും. ആദ്യം കാണുന്ന വെള്ളം കോരിക്കുടിക്കും. അത് ചെളിവെള്ളമായാലും അറിയില്ല. ഓം ഫ്രീം ഫ്രും ഫും ഫട്ട്. ആ ശബ്ദം കേൾക്കാത്ത ഇടവഴികൾ ഇനി ഇലമംഗലത്തില്ല. അടുത്ത പ്രദേശത്തെങ്ങുമില്ല. ചിലർക്കത് രസമുള്ള കാഴ്ചയായിരുന്നു, മറ്റു ചിലർക്ക് വിഷമം ഉണ്ടാക്കുന്നതും. ആരും ഒന്നും ചെയ്തിട്ടല്ല, സ്വയം വരുത്തി വച്ചതു തന്നെയാ. കർമ്മഫലം അനുഭവിക്കാതെ പോവില്ലല്ലോ. എങ്ങനെ കഴിഞ്ഞ മനുഷ്യനാ. വനിതയുടെ ദുരന്തത്തെക്കുറിച്ച് പലവിധത്തിലുള്ള പരാമർശങ്ങൾ നടന്നു. അപ്പുക്കുട്ടനാണത് ചെയ്തതെന്ന് പറഞ്ഞവരും ഏറെയായിരുന്നു. പക്ഷേ
അവനത് കൂട്ടാക്കിയില്ല. കേൾക്കുമ്പോൾ മനസ്സിലൊരു നൊമ്പരം തോന്നും. അത് തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ഖേദത്തിൽ നിന്ന് ഉറവെടുത്തതുമാണ്. ഞാനത് ചെയ്തേനെ. ഇവിടെ നിന്ന് പോകുമ്പോൾ അത് ചെയ്യാൻ മടങ്ങി വരണമെന്നും തീരുമാനിച്ചിരുന്നു. പക്ഷേ എനിക്ക് മുൻപേ വിധി അത് ചെയ്തു. പാഴൂർ ഇല്ലത്തിനെതിരെ ഞാൻ മനസ്സിൽ പോലും മോശമായൊന്നും ആലോചിച്ചില്ല. പപ്പനാവൻ പിള്ളയോട് മാത്രം അവൻ പറഞ്ഞു. അല്ലാതെ ആരെയും ബോധിപ്പിക്കാനും ആരോടും ന്യായീകരിക്കാനും അപ്പുക്കുട്ടൻ തയ്യാറായില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഒരു ദിവസം ദുർഗാക്ഷേത്ര നടയിൽ തൊഴുത് അപ്പുക്കുട്ടൻ നേരെ വന്നത് പപ്പനാവൻ പിള്ളയുടെ കടയിലേക്കാണ്. ഞാൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാവുകയാണ് പപ്പനാവൻ ചേട്ടാ. അതിനു മുൻപ് എനിക്കൊരേ ഒരു കാര്യം കൂടിയേ ചെയ്തു തീർക്കാനുള്ളൂ. അതിനാണിപ്പോൾ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അപ്പുക്കുട്ടൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രശാന്തതയുണ്ടായിരുന്നു അപ്പോൾ. പപ്പനാവൻ പിള്ള അന്തം വിട്ട് അവനെ നോക്കി നിന്നു. എങ്ങോട്ടപ്പുക്കുട്ടാ? മറുപടി പറഞ്ഞില്ല. വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ തന്നെ അവൻ ഇറങ്ങി നടക്കുകയും ചെയ്തു. അപ്പുക്കുട്ടൻ നടന്നത് പാഴൂർ ഇല്ലത്തിനു നേരെയാണ്. എത്രയോ മുൻപേ ആഗ്രഹിച്ച ഒരു കാര്യം, പക്ഷേ തനിക്കിപ്പോഴേ അതിൻ്റെ സമയം വന്നുള്ളൂ. അടഞ്ഞു കിടന്ന പടിവാതിൽക്കൽ അപ്പുക്കുട്ടൻ മുട്ടി വിളിച്ചു. തനിക്കു മുൻപിൽ ഈ വാതിൽ കൊട്ടിയടച്ചത് 10 കൊല്ലത്തിന് മുൻപായിരുന്നു. പടിവാതിൽ തുറന്നു. വാതിൽ പിന്നിൽ താത്രിക്കുട്ടിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. വാതിൽക്കൽ നിൽക്കുന്ന അപ്പുക്കുട്ടനെ കണ്ട് അവൾ ഞെട്ടിയെന്നു വ്യക്തം. ആ ഭാവം പെട്ടെന്ന് മാറ്റിക്കൊണ്ടവൾ ചിരിച്ചു. ഒരു വിളറിയ പുഞ്ചിരി. അപ്പുക്കുട്ടൻ ഒടുവിൽ ഇല്ലത്ത് വന്നു. അതെ, ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി വന്നു. അപ്പുക്കുട്ടൻ എന്തെങ്കിലും ഞങ്ങളോട് ചെയ്തെങ്കിൽ അത് തെറ്റായിപ്പോയെന്ന് ഞാൻ പറയില്ല. അപ്പുക്കുട്ടൻ്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ചെയ്യുമായിരുന്നത് അപ്പുക്കുട്ടനും ചെയ്തു. അത്ര തന്നെ. ഞാൻ കൊച്ചുനാൾ തുടങ്ങി അറിയുന്നതല്ലേ എല്ലാം. താത്രിക്കുട്ടി കരഞ്ഞു. ഞാൻ മാത്രം ശേഷിച്ചു. അച്ഛനുണ്ടെന്ന് പറയാതിരിക്കുകയാണ് ഭേദം. എന്നെ ഇങ്ങനെ നരകിപ്പിക്കാതെ ഒന്ന് തീർത്തു തരൂ അപ്പുക്കുട്ട. താത്രിക്കുട്ടി വിങ്ങിപ്പൊട്ടുകയാണ്. മെലിഞ്ഞ കവിൾത്തടങ്ങളിലൂടെ വീണ്ടും കണ്ണീരരുവി. താത്രിക്കുട്ടി എന്നെയും അങ്ങനെ കരുതിയില്ലേ? വൈനിതയും തിരുമേനിയെ പോലെയാകാൻ വൈനിതയും തിരുമേനിക്ക് മാത്രമേ കഴിയൂ. ഞാൻ ഇതുവരെ പാഴൂർ ഇല്ലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഗുണമായാലും ദോഷമായാലും ഒന്നു ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒപ്പം താത്രിക്കുട്ടിയോട് യാത്ര ചോദിക്കാനും. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് താത്രിക്കുട്ടി. എങ്ങോട്ടെന്നവൾ ചോദിച്ചില്ല. ഞാൻ ആ മുറ്റത്തേക്കൊന്ന് കയറിക്കോട്ടെ? അപ്പുക്കുട്ടൻ അനുവാദം ചോദിച്ചു. വരൂ. താത്രിക്കുട്ടി വാതിൽ മാറി നിന്നു. അപ്പോൾ അകലെ നിന്ന് ആ ശബ്ദം കേട്ടു. ഓം ഫ്രീം ഫ്രും ഫും ഫട്ട്. ദിവസങ്ങൾക്ക് ശേഷം ആ വാതിൽക്കലോടെ വൈനിതയും തിരുമേനി വരുന്നു. താത്രിക്കുട്ടി വാതിൽ മലക്കെ തുറന്നിട്ടു. വൈനിതയും തിരുമേനി ആ പടിപ്പുരയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഷിഞ്ഞു നാറിയ ഒരു കീറത്തുണി കൊണ്ട് കഷ്ടിച്ച് നാണം മറച്ചിട്ടുണ്ട്. കയ്യിൽ എന്തൊക്കെയോ കാട്ടുചെടികൾ പറിച്ചു കൂട്ടിയിരിക്കുന്നു. ആ വാതിൽ കടന്നു നടക്കുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തിരുമേനി കൂട്ടാക്കിയില്ല. അച്ഛ, എൻ്റെ അച്ഛ! താത്രിക്കുട്ടി പടിവാതിൽക്കൽ തലയറിഞ്ഞ് കരഞ്ഞു വിളിച്ചു. അപ്പുക്കുട്ടൻ ഇല്ലത്തിന്റെ നടവാതിൽക്കൽ നിന്ന് ഉദയസൂര്യനെ നോക്കി തൊഴുതു. എന്തൊക്കെയോ മന്ത്രങ്ങൾ അവന്റെ നാവിൻ തുമ്പത്ത് വിരിയുകയായിരുന്നു അപ്പോൾ. പടി കടന്നകലുന്ന വൈനിതയും തിരുമേനിയെ നോക്കി അപ്പുക്കുട്ടൻ മന്ത്രിച്ചു. തിരുമേനി, തിരിച്ചു വരൂ. താത്രിക്കുട്ടി ആ അത്ഭുതം കണ്ടു നിൽക്കുകയായിരുന്നു. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുറെ മുന്നോട്ടു പോയ വൈനിതയും തിരുമേനി എന്തോ കളഞ്ഞു പോയതുപോലെ പൊടുന്നനെ നിന്നു. പിന്നെ തിരിഞ്ഞു നടന്നു. കൃത്യമായും ഇല്ലത്തിന്റെ പടിപ്പുര കടന്ന് മുറ്റത്തേക്ക്. ആ നടത്തം അവസാനിച്ചത് അപ്പുക്കുട്ടന്റെ മുന്നിലായിരുന്നു. ആരെന്നോ എന്തെന്നോ മനസ്സിലാകാതെ തിരുമേനി അപ്പുക്കുട്ടനെ തുറിച്ചു നോക്കി. തിരുമേനി,
അങ്ങെനിക്ക് ചെയ്ത ദ്രോഹങ്ങളെല്ലാം ഞാൻ എന്നേ മറന്നു. കൊച്ചുനാളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അങ്ങു ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഈ അവസ്ഥയിൽ അങ്ങയെ ഇലമംഗലത്ത് വിട്ടിട്ട് എനിക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നില്ല. എൻ്റെ ഇന്നത്തെ സിദ്ധികൾക്കെല്ലാം കാരണം ഒരുപക്ഷെ അങ്ങു തന്നെയാണ്. ഞാനത് നന്ദിയോടെ ഓർക്കുന്നു. അപ്പുക്കുട്ടൻ്റെ മിഴികൾ സജലങ്ങളായി. താത്രിക്കുട്ടി ഒന്നും മനസ്സിലാകാതെ ഇരുവരെയും മാറി മാറി നോക്കി നിന്നു. അപ്പുക്കുട്ടൻ ഉള്ളിൽ ഉപാസനാമൂർത്തികളെയെല്ലാം ധ്യാനിച്ച് ഒരു നിമിഷം മിഴി പൂട്ടി. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആ മുറ്റത്തെ മൺതരികളിൽ തൊട്ട് വൈനിതയൻ തിരുമേനിയുടെ തിരുനെറ്റിയിൽ ഒന്ന് വരച്ചു. വലതു കൈപ്പടം നിറുകം തലയിൽ വെച്ച് ചില മന്ത്രങ്ങൾ ജപിച്ചു. ഇടതു കൈയിലെ യോഗാദണ്ഡുകൊണ്ട് വൈനിതയന് ചുറ്റും 3 വട്ടമൊഴിഞ്ഞു. വൈനിതയൻ തിരുമേനിയുടെ കണ്ണുകൾ മെല്ലെ അടയുന്നു. അദ്ദേഹം അടുത്ത ക്ഷണം മുറ്റത്തേക്ക് കുഴഞ്ഞു വീണു. താത്രിക്കുട്ടി, അച്ഛൻ്റെ രോഗം ഭേദമായിരിക്കുന്നു. ഈ മോഹനിദ്രയിൽ നിന്ന് അദ്ദേഹം ഉടനെ ഉണരും. അപ്പോൾ താത്രിക്കുട്ടിയുടെ അച്ഛന് യാതൊരു അസുഖവും ഉണ്ടായിരിക്കില്ല. താത്രിക്കുട്ടിയുടെ മിഴികൾ കണ്ണുനീരിൻ്റെ കാലവർഷം പെയ്തു. അപ്പുക്കുട്ടൻ പിന്നെ അവിടെ നിന്നില്ല. വേഗം തിരിഞ്ഞു നടന്ന് ആ പടികളിറങ്ങി. വയലിലേക്ക് ഇറങ്ങും മുൻപ് ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കി. പാഴൂർ ഇല്ലം അവസാനമായി ഒരു നോക്കുകൂടി കാണാൻ, അത്രമാത്രം. വൈനിതയൻ തിരുമേനി കണ്ണുകൾ തുറന്നു. മുന്നിൽ നിന്ന് താത്രിക്കുട്ടിയെ തിരിച്ചറിഞ്ഞു. ചൊരിമണലിൽ നിന്ന് വല്ലാത്തൊരു വിസ്മയവുമായി അയാൾ പിടഞ്ഞെണീറ്റു. മോളെ, എൻ്റെ മോളെ! തിരുമേനി ആദ്യമായി മകളെ വിളിച്ചു കരഞ്ഞു. അച്ഛാ, അച്ഛൻ നന്ദി പറയേണ്ടത് പഴയ ഉപാസനാമൂർത്തികളോടല്ല, അപ്പുക്കുട്ടനോടാണ്. അപ്പുക്കുട്ടനാണ് അച്ഛൻ്റെ സ്വബോധം വീണ്ടെടുത്തു നൽകിയത്. ആ പേര് കേട്ടപ്പോൾ വൈനിതയൻ്റെ കണ്ണുകൾ കുറുകി. കൂട്ടുപുരികങ്ങൾ തമ്മിൽ തല്ലി. മോളെ, ആ പേര് മാത്രം നീ മേലിൽ ഉച്ചരിക്കരുത്. എനിക്കതിഷ്ടമല്ല. അച്ഛൻ്റെ കർക്കശസ്വരം കേട്ടപ്പോൾ താത്രിക്കുട്ടി തേങ്ങിപ്പോയി. അപ്പോൾ ഏതായാലും ഒന്നും വിശദീകരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾ തീരുമാനിച്ചു. പറഞ്ഞു മനസ്സിലാക്കാൻ ഇനി എത്രയോ സമയമുണ്ട്. ഇരുട്ടിലേക്ക് വഴുതി മാറിയ പാഴൂർ ഇല്ലത്ത് വീണ്ടും വെളിച്ചം കടന്നു വരികയാണ്. വൈനിതയന് സ്വബോധം വീണ്ടു കിട്ടിയ കഥയും നാട് മുഴുവൻ അറിഞ്ഞു. അതിനു കാരണം അപ്പുക്കുട്ടനാണെന്നും നാളെ കടയിൽ വരുമ്പോൾ അപ്പുക്കുട്ടനോട് ചോദിച്ചറിയാമെന്ന് പപ്പനാവൻ പിള്ള തീരുമാനിച്ചുറച്ചു. ഇലമംഗലത്ത് വീണ്ടും രാത്രി വന്നു. ബ്രഹ്മമുഹൂർത്തം. തൻ്റെ എല്ലാ തുടക്കവും ഇത്തരം ബ്രഹ്മമുഹൂർത്തത്തിലായിരുന്നു. ഇതും അങ്ങനെ തന്നെയാവട്ടെ. ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് അപ്പുക്കുട്ടൻ നടക്കുനേരെ വന്ന് തൊഴുതു നിന്നു. ദേവി, അടിയനെ യാത്രയാക്കൂ. ജനിച്ചു വളർന്ന ഈ നാട്ടിൽ നിന്ന് താൻ എന്നേക്കുമായി യാത്ര പറയുകയാണ്. ഇനി തിരിച്ചു വരേണ്ടതില്ല. തനിക്കു ചെയ്തു തീർക്കാൻ ഇവിടെയൊന്നും അവശേഷിച്ചിട്ടില്ല. താനൊന്നും ചെയ്യാതെ തന്നെ അച്ഛൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടന്നു. എല്ലാം ദൈവനിശ്ചയം. ദേവി, അടിയൻ ഈ മാന്ത്രിക സിദ്ധികൾ ഒരു ചുമടാണ്. വർഷങ്ങളുടെ കഠിന ശിക്ഷണത്തിലൂടെ നേടിയെടുത്തതൊന്നും താനിതുവരെ ദുരുപയോഗപ്പെടുത്തിയില്ല. അവിടുത്തെ ഹിതത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല. ഓം ദുർഗായേ നമ. അപ്പുക്കുട്ടൻ മന്ത്രിച്ചു. ഈറൻ മാറി ഒരിക്കൽ കൂടി തൊഴുതു കുമ്പിട്ട് അപ്പുക്കുട്ടൻ നടക്കാൻ തുടങ്ങി. വയലിൽ ഇറങ്ങി നടന്നു തുടങ്ങിയപ്പോൾ തൻ്റെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് കണ്ണുകൾ നീണ്ടു ചെന്നു. അപ്പോൾ എന്തെന്നില്ലാത്തൊരു സംതൃപ്തി തോന്നി. ഇന്നലെ വീണ്ടും ആ പുരയിടത്തിൽ പോയിരുന്നു. അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും അവസാന യാത്ര ചോദിക്കാൻ. അപ്പോൾ കണ്ടു, തൻ്റെ വീടിരുന്ന തറയിൽ പുതിയൊരു വീട് ഉയർന്നിരിക്കുന്നു. മൺഭിത്തികളുള്ള, ഓലമറകളുള്ള പുല്ലുമേഞ്ഞ വീട്. തൻ്റെ പഴയ വീട് പോലെ തന്നെ. അമ്മു അവിടെ വീടുണ്ടാക്കിയിരിക്കുന്നു. തൻ്റെ വീട് അവളിലൂടെ വീണ്ടും പുനർജനിച്ചിരിക്കുന്നു. അവിടെ കുഴിമാടങ്ങൾക്കിടയിൽ കുമ്പിട്ടു നിന്ന് തൻ്റെ സമീപത്തേക്ക് അമ്മു വന്നു. മിഴികൾ തുടച്ച് പ്രസന്നവദനനായി അപ്പുക്കുട്ടൻ ചോദിച്ചു,
വല്ലപ്പോഴും ഈ തറകൾക്കരികിൽ ഒരു ദീപം കൊളുത്താമോ അമ്മു? അവർക്കു വേണ്ടി എനിക്കതുപോലും ചെയ്യാൻ കഴിയുന്നില്ല. അമ്മു തേങ്ങുകയായിരുന്നു. എല്ലാ ദിവസവും കൊളുത്തിക്കോളാം അപ്പുവേട്ടാ. ഞാൻ ഇടിഞ്ഞിലും തിരിയും കൊണ്ടുവരാം. ആദ്യത്തെ ദീപം അപ്പുവേട്ടൻ്റെ തന്നെയാവട്ടെ. അവൾ വീട്ടിലേക്കോടി. നിമിഷങ്ങൾക്കകം മടങ്ങി വരികയും ചെയ്തു. ഇടിഞ്ഞിലുകളിൽ നിറയെ എണ്ണയൊഴിച്ച് അപ്പുക്കുട്ടൻ വിറയാർന്ന കൈകൊണ്ട് ദീപം കൊളുത്തി. 1, 2, 3, 4, 5. പിന്നെ അവിടെ നിന്ന് വേഗം തിരിഞ്ഞു നടന്നു. എല്ലാം പൂർത്തിയായ ഒരു സംതൃപ്തി. വയൽവരമ്പിൽ നിന്ന് അപ്പുക്കുട്ടൻ ചുറ്റും നോക്കി. നേർത്ത മഞ്ഞിൻ പുതപ്പിനുള്ളിൽ ഇലമംഗലം ഗ്രാമം ഉണരാൻ തുടങ്ങുന്നതേയുള്ളൂ. ഈ ഗ്രാമത്തിലേക്ക് ഇനി ഒരിക്കലും താൻ മടങ്ങി വരില്ല. ഈ ഗ്രാമം ഇനി താൻ കാണില്ല. അങ്ങനെ ഓർത്തപ്പോൾ ഹൃദയത്തിൽ ഏതോ മുറിപ്പാടുകൾ വീങ്ങി. കണ്ണുകളിൽ ജലം പൊടിഞ്ഞു. അപ്പുക്കുട്ടൻ പുഴയോരത്തേക്കാണ് നടന്നത്. ഇലമംഗലപ്പുഴ പുലരിയുടെ കുളിരിൽ ഉറങ്ങുന്നു. പുഴയോരത്ത് അപ്പുക്കുട്ടൻ നിന്നു. മനസ്സിൽ ഗുരുവിനെയും ദുർഗാദേവിയെയും ധ്യാനിച്ച് കയ്യിലിരുന്ന യോഗദണ്ഡ് അവൻ പുഴയുടെ അഗാധതയിലേക്ക് എറിഞ്ഞു. ഓളങ്ങളില്ലാത്ത പുഴയിൽ ഓളങ്ങളുണ്ടാക്കി ആ ദണ്ഡ് പുഴയുടെ അവ്യക്തതയിലേക്ക് താണു പോയി. അപ്പുക്കുട്ടൻ വേഗം തിരിഞ്ഞു നടന്നു. അകലെ അകലെ അങ്ങു വടക്ക് ഹിമാലയ ശൃംഖങ്ങൾ അവൻ്റെ കാലുച്ചകൾക്ക് കാതോർത്തു നിന്നിരുന്നു. ആ ഹിമഗിരി നിരയിലെ മാനസ സരസിൻ്റെ അരുകിൽ ഇനി അപ്പുക്കുട്ടൻ ചെല്ലും. വെറുമൊരു മനുഷ്യനായ അപ്പുക്കുട്ടൻ. അവൻ്റെ ചുണ്ടിൽ ഒരേ ഒരു മന്ത്രം മാത്രം അപ്പോഴും ഉണ്ടായിരിക്കും. ഓം ദുർഗായേ നമഃ.